സമാഗമത്. നാടകരചന സുനു പോൾ ചമ്പക്കുളം. ശബ്ദലേഖനം സെറാമീലിയ റാം. കൊണ്ടുവരുവനെ. എല്ലാവരും അവനെ ഒന്ന് കാണട്ടെ. യൂദയായുടെയും ജെറുസലേമിന്റെയും പ്രാന്തപ്രദേശങ്ങളിൽ കവർച്ചയും കൊലപാതകങ്ങളും ചെയ്തു നടന്നവൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും പേടി സ്വപ്നം. ഒരു ജീവനോട് പോലും ദയ കാണിക്കാത്ത ഈ കണ്ണുകൾ ഇരുട്ടിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. അഴിച്ചു വിടുവനെ. കാണട്ടെ അവന്റെ അവസാന നാളുകൾ കണ്ടാസ്വദിക്കട്ടെ. പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ നിന്നുള്ള ഉത്തരവ്. കൊള്ളയും കൊലപാതകവും ഭവനഭേദനവും കൊണ്ട് യൂദയായിലും സമരിയായിലും ജെറുസലേമിലുമുള്ള ജനങ്ങളുടെ സ്വൈര ജീവിതം സുരക്ഷിതമല്ല എന്നുള്ള കാരണത്താൽ ബറാബാസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ആയതിനാൽ ഇന്നേക്ക് 3-ാം നാൾ ബറാബാസിന്റെ വധശിക്ഷ നടപ്പിലാക്കുവാൻ പീലാത്തോസിന്റെ ഉത്തരവ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ബറാബാസ്? ഇല്ല, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനു മുൻപ് ഞാൻ ഈ തടങ്കൽ പാളയത്തിൽ നിന്ന് രക്ഷപ്പെടും. നീ ഇവിടുന്ന് രക്ഷപ്പെടുമെന്നോ? ഞാൻ സുരക്ഷ നൽകുന്ന പീലാത്തോസിന്റെ ഈ തടവറയിൽ നിന്ന് നീ രക്ഷപ്പെടും അല്ലേ? ഒരു കാരണവശാലും ഒരാൾക്കും എന്റെ അനുവാദമില്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് പോകാനോ അകത്തേക്ക് വരുവാനോ അധികാരമില്ല ബറാബാസ്. ഈ തടവറയുടെ ഓരോ കോണുകളിലും എന്റെ കണ്ണുകളുണ്ട്. പീലാത്തോസിന്റെ ഈ സാമ്രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും കുറ്റവാളികൾ ഞെരിഞ്ഞമരും ഈ കൈകളിൽ. ഇല്ല സൈനാധിപൻ, എനിക്ക് വേണ്ടി ഈ വാതിലുകൾ തുറന്നു തരാൻ അനേകം പേരുണ്ട് ഇവിടെ. എന്നെയും കൊണ്ട് കാര്യം സാധിച്ചവർ അനേകം പേരുണ്ട് ഈ ജയിലർക്ക് വെളിയിൽ. എന്തിനാ ഈ നിൽക്കുന്ന നിന്റെ ഈ കാവൽക്കാർ പോലും എന്റെ പണം സ്വീകരിച്ചവരാ. ഇല്ലെന്നിവർ പറയട്ടെ. സൈനാധിപൻ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തുവെന്ന് കോലമരത്തിൽ നിന്ന് വിളിച്ചു പറയും. അതിൽ യഹൂദ പുരോഹിതന്മാരും പീലാത്തോസിന്റെ വിശ്വസ്തരുമുണ്ട്. സൈനാധിപൻ, ബറാബാസ്, നിന്റെ കൽപ്പനകൾ കേൾക്കാൻ ഇവിടെ ആരും വരില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. നിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ബറാബാസ്. പീലാത്തോസിന്റെ ആരാച്ചാർമാർ നിനക്കുള്ള തൂക്കുകയർ തയ്യാറാക്കി കഴിഞ്ഞു ബറാബാസ്. ആരുടെ നാളെ പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ ഇവനെ കൊണ്ടുവരും വരെ ഇവന്റെ ശരീരം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കണം. കേട്ടല്ലോ? ഇവന്റെ ഓരാഗ്രഹവും ആരും സാധിച്ചു കൊടുക്കരുത്. ഇവന്റെ കൺപോളകൾ അടയാൻ പോലും സമ്മതിച്ചേക്കരുത്. ബറാബാസ്, നീ വിഷമിക്കില്ല. നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പുറത്ത് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. സമയം കുറവാണെങ്കിലും അവർ കഠിനമായി ശ്രമിക്കുന്നുണ്ട് ബറാബാസ്. ബറാബാസ് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്ത കുറ്റങ്ങളെല്ലാം ബറാബാസിന്റെ തലയിൽ കെട്ടിവെക്കും. യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്യും. യഹൂദ പുരോഹിതന്മാരുടെയും അധികാരവർഗത്തിന്റെയും സ്ഥിരം ജോലി. ബറാബാസ്, നീ സമാധാനമായിരിക്കെ. നിന്നെ ഏത് വിധേനയും ഇവിടുന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഗൂഢമായ കരുക്കൾ നീക്കുന്നുണ്ട് ഇവിടെ ആളുകൾ. നീ കേട്ടിട്ടില്ലേ, ഒരു തച്ചന്റെ മകൻ യേശു. അവൻ ജനങ്ങളെല്ലാം അവന്റെ വാക്ചാതുര്യം കൊണ്ടും ജാലവിദ്യകൾ കൊണ്ടും കയ്യിലെടുത്ത് ഇവിടുത്തെ പാരമ്പര്യ വ്യവസ്ഥിതികൾക്കും നിയമങ്ങൾക്കും എതിരെ സംസാരിച്ച് ജനങ്ങളെ അവന്റെ പാട്ടിലാക്കുന്നുണ്ട്. അവൻ നേരത്തെ തന്നെ നമ്മുടെ പുരോഹിതന്മാരുടെ നോട്ടപ്പുള്ളി ആയിരുന്നു.
ഇപ്പോ അവനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവനെ വെച്ച് വിലപേശാനുള്ള തന്ത്രങ്ങളാ അവർ നടത്തുന്നത്. അങ്ങനെ നിനക്ക് പകരം അവനെ വിട്ടുകൊടുത്ത് നിന്നെ ഇവിടുന്ന് മോചിപ്പിക്കും. ഇപ്പോ നീ അല്പം ശാന്തമായിരിക്കും ബറബാസ്. ബറാബാസിനായി ഒരുവൻ ബലിയാടാകാൻ പോകുന്നു. അതും ഞാൻ ഇന്നു വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുവൻ. ഈ ഭൂമിയിൽ ആദ്യമായി ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന് വേണ്ടി ജീവൻ വെടിയുവാൻ പോകുന്നു. സ്നേഹിത, നിങ്ങൾ ചെയ്യുന്ന ഈ സഹായത്തിന് ബറാബാസ് എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. ഇവിടുന്ന് പുറത്തു കടന്നാൽ എന്റെ ആദ്യത്തെ പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്കുള്ളതായിരിക്കും. ബറാബാസ്, നീ കേട്ടോ? നിനക്ക് വേണ്ടി ഒരു ശബ്ദം അവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നിന്റെ മോചനത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു ബറാബാസ്. എനിക്ക് സന്തോഷമായി. ഈ ജനങ്ങളിൽ ഒരു പറ്റം ആളുകൾ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവരുടെ നേതാവായിരിക്കുന്നു. അതെ ബറബാസ്, നീയും ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും. നിനക്ക് വേണ്ടി ജീവൻ നൽകിയ അവനെ നിനക്ക് കാണണ്ടേ ബറബാസ്? ദാ അവനെ അവർ നടത്തിക്കൊണ്ടു പോകുന്നു. അവന്റെ കയ്യിൽ എന്തോ അവർ പിടിപ്പിച്ചിട്ടുണ്ട്. അവനെ സൂക്ഷിക്കണം. ചിലപ്പോൾ വല്ല ജാലബുദ്ധികൾ കാണിച്ച് അവൻ രക്ഷപ്പെടും. എനിക്ക് അവന്റെ മുഖം ഒന്ന് കാണണം. എനിക്ക് വേണ്ടിയല്ലേ അവൻ ക്രൂശിൽ തറയ്ക്കപ്പെടാൻ പോകുന്നത്. പാവം മനുഷ്യൻ. അവനും എത്തിയിരിക്കുന്നു. നീ കാണുന്നില്ലേ ബറാബാസ്? സ്വതന്ത്രനായിരിക്കുന്നു. അതെ ബറാബാസ്, നിന്റെ പഴയ സാമ്രാജ്യത്തിലേക്ക്, ലഹരിയുടെയും പണത്തിന്റെയും ധിക്കാരത്തിന്റെയുമായ ആ ലോകത്തിലേക്ക് സ്വതന്ത്ര വിഹാരം നടത്തുവാൻ ചെല്ലൂ. എവിടെ പോയി ബറാബാസ്? എത്ര നേരമായി നമ്മൾ അവനെ കാത്തിരിക്കുന്നു. അവൻ എന്ത് സംഭവിച്ചു കാണുമോ ആവോ? അവൻ മോചിതനായിട്ട് ഇപ്പോ 2 ദിവസമായല്ലോ. അവൻ ഇവിടെ തിരിച്ചെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ നഗരത്തിന്റെ എല്ലാ ചെറുവഴികളും അവനെ പോലെ നിശ്ചയം മറ്റാർക്കുമില്ലല്ലോ. പിന്നെ എന്താവും സംഭവിച്ചത്? നമുക്കൊന്ന് അവനെ തിരഞ്ഞു പോയാലോ? ഇനി അവനെ ആരെങ്കിലും ആക്രമിച്ചു കാണും. അവന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും കാണില്ലാന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അത് അവർ ഉപയോഗപ്പെടുത്തി കാണുമായിരിക്കും. ഗസ്റ്റാസ്, അങ്ങനെ സംഭവിക്കില്ല. ബറാബാസിന് ആയുധങ്ങളില്ലെങ്കിലും 10 ആളുകളോട് പൊരുത്തി ജയിക്കുന്നവനാ അവൻ. അങ്ങനെ ആർക്കും അവനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അതേ ലാഭം. ബറാബാസിന്റെ ശക്തി നമ്മുടെ ശത്രുക്കൾക്ക് നല്ലതുപോലെ അറിയാം. അവൻ വരും. ചിലപ്പോ അവൻ അവന്റെ കാമുകി സാറയുടെ അടുത്ത് പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവൻ ഇങ്ങോട്ടേ വരൂ. ആ, അത് ശരിയാ. അവൻ സാറയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അവൻ വരുമ്പോഴേക്കും നമുക്ക് പുതിയ പദ്ധതികൾ തയ്യാറാക്കണം. അവനില്ലാത്തത് കാരണം നമ്മൾ ഈ ഒളിസങ്കേതം വിട്ട് പുറത്തേ പോയിട്ടില്ല. കയ്യിലെ പണം എല്ലാം തീർന്നിരിക്കുന്നു. ഇനി പുതിയ തന്ത്രങ്ങൾ നടപ്പാക്കണം. എങ്കിലേ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റൂ. അവന്റെ മനസ്സിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്ന് നോക്കാം. അവനല്ലേ നമ്മുടെ ബലം. അവൻ നമ്മുടെ കൂടെ ഇല്ലാതായപ്പോൾ നമ്മുടെ ധൈര്യമെല്ലാം പോയി അല്ലേ? അത് ശരിയാ. ഏതായാലും അവൻ വരുന്നതുവരെ ഇവിടെ തന്നെ തുടരുന്നതാണ് സുരക്ഷിതം. പീലാത്തോസിന്റെ ആളുകൾ നമ്മളെ എല്ലാ പട്ടണങ്ങളിലും തിരയുന്നുണ്ട്. തുറക്കൂ. ബറാബാസ് മോചിതനായി
ഇതെന്റെ രണ്ടാം ജന്മം. നീ എവിടെയായിരുന്നു ബറാബാസ്? നീ എന്താ ഇത്രയും വൈകിയത്? നിന്നെ കാത്തിരുന്ന് ഞങ്ങൾ അവശരായിരിക്കുന്നു. ബറാബാസ്, എന്താ സംഭവിച്ചത്? വരുന്ന വഴി എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇല്ല ചങ്ങാതിമാരെ, ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഞാൻ തടവറയിൽ കിടക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആകുലപ്പെട്ടത്. പക്ഷേ എന്ത് പക്ഷേ? ഒരു പക്ഷേയുമില്ല. ഇനി നമുക്ക് മുൻപോട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. കഴിഞ്ഞ കുറെ സുവർണ അവസരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അത് നമുക്ക് വീണ്ടെടുക്കണം. അതെ ബറാബാസ്, നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ ഒളിസങ്കേതം വിട്ട് പുറത്തെങ്ങും പോയിട്ടില്ല. നമുക്ക് ഉടനെ തന്നെ കുറച്ച് പണം കിട്ടാനുള്ള വഴി കണ്ടെത്തണം. അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ജനങ്ങൾക്ക് നമ്മോടുള്ള ഭയം ഇല്ലാതാകും. അത് ശരിയാ. ആ ഭയം അത് അങ്ങനെ തന്നെ നിലനിർത്തണം. ബറാബാസ് എന്ന് കേട്ടാൽ ജനം ഓടി ഒളിക്കണം. ബറാബാസിന് പകരം ബറാബാസ് മാത്രം. ബറാബാസ്, നീ എന്ത് പറയുന്നു? അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ പദ്ധതികൾ, പുതിയ തന്ത്രങ്ങൾ. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. സ്വർണവും പണവും, അതാണ് നമ്മുടെ മുഖ്യം. അത് വേണ്ടുവോളം നമുക്ക് നേടണം. എത്ര തലകൾ വെട്ടിയിട്ടാണെങ്കിലും അത് നേടണം. സ്വർണവും പണവും, പിന്നെ ലഹരിയും. അല്ല ബറാബാസ്, നീ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ജയിലിൽ നിന്ന് ഇവിടെ തിരിച്ചു വരാൻ വൈകിയതിന്റെ കാരണം. അതെ ബറാബാസ്, എന്താ ശരിക്കും സംഭവിച്ചത്? പറയൂ. അത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എവിടെയോ വഴിതെറ്റി ഒരുപാട് നടന്നു. അതെനിക്ക് ഇപ്പോഴും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നത് എന്നെ വിട്ടയക്കാൻ കാരണക്കാരനായ ആ തച്ചന്റെ മകനെ കണ്ടതിന് ശേഷമാണ്. അതെനിക്ക് ഉറപ്പാണ്. അതൊക്കെ പോട്ടെ, നിങ്ങളെ എല്ലാവരെയും കണ്ടപ്പോൾ ഞാൻ പഴയ ബറാബാസ് ആയില്ലേ? ബറാബാസ്, നീ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും ലഹരി നുകരാൻ കയറിയതാണോ? ഇല്ല ചങ്ങാതി. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എന്റെ മനസ്സിന്റെ താളം പിഴച്ചിരിക്കുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല. എന്റെ ജീവൻ രക്ഷിക്കാനായി സ്വയം ബലിയാടായ ആ തച്ചന്റെ മകൻ യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് ആദ്യമായി അവന്റെ മുഖം കണ്ട മാത്രയിൽ തന്നെ എന്റെ കാലുകളൊന്നും ഇടറി. ബറാബാസ് എന്ന് കേട്ടാൽ എല്ലാവരും ഓടി ഒളിക്കുമെന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഒരുവന്റെ മുൻപിൽ പരവശനാകുന്നത്. അതിനുശേഷം അന്ന് ഒരിക്കൽ കൂടി ഞാൻ അവന്റെ മുഖം കണ്ടു. അപ്പോഴേക്കും എന്റെ സംസാരശേഷി തന്നെ നഷ്ടമായിരുന്നു. അവന്റെ മൃതപ്രായമായ ശരീരം എന്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു ബറാബാസ്. ഇനി നമ്മുടെ കാലുകൾ മുൻപോട്ട് തന്നെ. പിന്നെ നിന്റെ സ്വന്തം അരയിൽ കരുതാറുള്ള ആ ആയുധം ഇവിടെ തന്നെ ഉണ്ട്. അത് ഞങ്ങളാരും തൊട്ടിട്ടില്ല. ഇന്ന് രാത്രി തന്നെ നമ്മുടെ പദ്ധതികളെല്ലാം ശരിയാക്കണം. നാളെ പുലർച്ചെ തന്നെ അത് നടപ്പാക്കണം. അതിനു മുമ്പ് നമ്മുടെ ബറാബാസിന്റെ ക്ഷീണം മാറ്റുവാൻ, ബറാബാസിന്റെ മടങ്ങി വരവിന്റെ സന്തോഷത്തിനായി നമ്മൾ ഈ രാത്രി ആഘോഷിക്കുന്നു.
എന്തൊരു തണുപ്പ്! കിഴക്കൻ മലനിരകളിൽ നിന്ന് ഊർന്നിറങ്ങുന്ന മഞ്ഞുതുള്ളികൾ, ആ മഞ്ഞുതുള്ളികളെ തട്ടിപ്പുണർന്നിറങ്ങുന്ന ഹിമക്കാറ്റ്, പട്ടണങ്ങൾക്ക് മേൽ പട്ടണങ്ങളിൽ ചീറിപ്പായുന്ന കോടമഞ്ഞ്, കോടമഞ്ഞിന്റെ ശീതളനിമയിൽ നിദ്രയിൽ ആണ്ടിരിക്കുന്ന പട്ടണ നിവാസികൾ. ഇതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് നമ്മുടെ കവർച്ചയ്ക്ക് വേണ്ടത്? ബറാബാസ്, അങ്ങോട്ട് നോക്കൂ. ആ മലയുടെ താഴ്വാരത്തിലൂടെ കുതിര വണ്ടിയിൽ കുറെ പേർ വരുന്നുണ്ട്. അവർ തീർച്ചയായും വ്യാപാരികൾ തന്നെ. അതെ, തീർച്ചയായിട്ടും അത് വ്യാപാരികൾ തന്നെ. എല്ലാവരും തയ്യാറായിക്കൊള്ളുക. നിങ്ങൾ ഇരുവശങ്ങളിൽ നിന്ന് അവരെ നേരിടണം. ഇരുട്ടിന്റെ മറവിൽ മുൻപിൽ നിന്നേ ഞാൻ ആക്രമിക്കൂ. അതിൽ ആദ്യത്തെ ജീവൻ ഈ കൈകളാൽ തന്നെ വീഴട്ടെ. ബറാബാസ്, ബറാബാസ്, നീ എവിടെയാ? ബറാബാസ്, ആ സ്ത്രീകൾ എന്ത് വേഗതയിലാണ് ഓടി രക്ഷപ്പെട്ടത്! അസാധാരണമായ വേഗം. ആ വ്യാപാരിയെയും കണ്ടില്ലല്ലോ. ഛേ, അവന്റെ കയ്യിലായിരുന്നു പണസഞ്ചി. ഏതായാലും നമുക്ക് ഈ സഞ്ചി ഒന്ന് തുറന്നു നോക്കാം. വല്ല വില കൂടിയ രക്തങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ദേ, കുറെ കീഴ തുണികൾ. ഏതോ ഒരു കുറ്റവാളിയുടെ ചിത്രം പോലെ. അവന്റെ മുഖം തുവയ്ക്കുന്നു, കുരിശുമായി വീഴുന്നു. ശ്ശേ, എന്താ ഇത്? അവരുടെ കുട്ടികളുടെ കളിവേലകൾ. അപ്പോ ആ സ്വർണവും പണവും വ്യാപാരിയും. ബറാബാസ്, അതെ, ബറാബാസ് നമ്മളെ ചതിച്ച് പൊന്നും പണവുമായി കടന്നിരിക്കുന്നു. അവന്റെ തടവറയിൽ നിന്നുള്ള തിരിച്ചുവരവ് തന്നെ സംശയാസ്പദമായിരുന്നു. അവൻ ഒരുപാട് കളവുകൾ നമ്മോട് പറഞ്ഞു. നമ്മൾ അവനെ വിശ്വസിച്ചു. അവസാനം നമ്മളെ പറ്റിച്ച് അവൻ പൊന്നും പണവുമായി കടന്നിരിക്കുന്നു. ഇപ്പൊ തന്നെ നമുക്ക് പോയി അവനെ കണ്ടുപിടിക്കാം. വരൂ. ബറാബാസ് നമ്മോട് ചെയ്ത ഈ ചതിക്ക് പകരം ചോദിക്കണം. അവന്റെ രക്തം കൊണ്ട് തന്നെ അത് ചെയ്യണം. അങ്ങനെ ആ പൊന്നും പണവും നമ്മുടേതാകണം. ഇനി നമുക്കിവിടെ ബറാബാസ് ഇല്ല. പക്ഷേ ബറാബാസ് എന്ന പേര് നമുക്ക് വേണം. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനാണ് ബറാബാസ്. തുന്നി തുന്നി എന്റെ കൈകൾ കുഴഞ്ഞു. കാത്തുകാത്ത എത്ര രാവും പകലും കടന്നുപോയി. എന്നിട്ടും ബറാബാസിനെ കാണുന്നില്ലല്ലോ. എന്റെ യഹോവേ! ആ, എനിക്കറിയാം, ബറാബാസ് കൈ നിറയെ പൊന്നും പണവുമായി വന്ന് എന്നെ സന്തോഷിപ്പിക്കാനായിരിക്കും ഇങ്ങനെ വൈകുന്നത്. ഇത്തവണ കൊണ്ടുവരുന്ന പൊന്നിന്റെയും പണത്തിന്റെയും പകുതി മാറ്റി സൂക്ഷിച്ചു വെക്കണം. അതിന് ഈ സഞ്ചി മതി. ബറാബാസ്, നിനക്ക് എന്തു പറ്റി? എന്തെങ്കിലും അപകടം ഉണ്ടായോ? സത്യം പറ ബറാബാസ്. ഇല്ല. പിന്നെ എന്താ നിനക്ക് സംഭവിച്ചത്? ഞാൻ കണ്ടു അവനെ കണ്ടു. ആരെ കണ്ടെന്നാ നീ പറയുന്നേ? യേശുവിനെ.
എനിക്ക് വേണ്ടിയാ അത് കുരിശിൽ തൂക്കപ്പെട്ടത് സാറ. ആ നീതിമാന്റെ രക്തത്താലാണ് എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. എനിക്ക് അവരോട് പ്രായശ്ചിത്തം ചെയ്യണം സാറ. എന്റെ കൺമുന്നിൽ നിന്ന് അവന്റെ മുഖം മാറുന്നില്ല സാറ. ഷോ, എന്റെ ബറാബാസ്, ഇതെല്ലാം നിങ്ങളുടെ മാത്രം തോന്നലുകളാണ്. നിങ്ങളുടെ ആ തടവറക്കുള്ളിലെ ഏകാന്തതകളാണ് ഈ തോന്നലുകളെല്ലാം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു കുഴപ്പമില്ല നിനക്ക്. നീ ഇപ്പോഴും ആ പഴയ ബറാബാസ് തന്നെയാണ്. നിന്റെ ആ തോന്നലുകൾ മാത്രം മാറ്റിയാൽ മതി. നീ വരാനായി എത്ര ദിനങ്ങൾ ഞാൻ കാത്തിരുന്നു എന്നറിയോ നിനക്ക്? നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. എനിക്കതിന് കൊതിയാവുന്നു. ആരും അറിയപ്പെടാത്തൊരു നാട്ടിൽ പോയി ജീവിക്കാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. അത് ബറാബാസിനെ അറിയാമോ? സാറ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകും. പക്ഷെ ഞാൻ നേരിൽ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്റെ മുൻപിൽ ഇങ്ങനെ തെളിയുമ്പോൾ അതെങ്ങനെ തോന്നലുകളാകും സാറ? ആദ്യമായി അവനെ കണ്ടപ്പോൾ തന്നെ അവൻ എന്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയി സാറ. രണ്ടാമത്തെ അവന്റെ നോട്ടത്തിൽ മുറിവേറ്റു കിടയുന്ന അവന്റെ ശരീരം എന്നിൽ തറച്ചു സാറ. എന്റെ മൂർച്ചവാൾ അവന്റെ നേർക്കാണ് അവസാനമായി ഞാൻ ഓങ്ങിയത്. അതിന് അവൻ എനിക്ക് ചുംബനമാണ് തിരിച്ചു നൽകിയത് സാറ. ബറാബാസ്, നമുക്ക് ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട. നമുക്ക് എവിടേക്കെങ്കിലും പോകാം. അതെ സാറ, നമുക്ക് ഇവിടുന്ന് പോകണം. പക്ഷേ അതിനു മുൻപ് എനിക്ക് ഒരിക്കൽ കൂടി അവനൊന്ന് കാണണം. അതിനായി എനിക്ക് ആ കാൽവരി കുന്നിൻ മുകളിലേക്കൊന്ന് പോകണം. ഞാൻ ചെയ്തു പോയ തെറ്റിന് അവന്റെ ആ കുരിശിൻ ചുവട്ടിൽ നിന്ന് എനിക്ക് അവനോട് മാപ്പ് ചോദിക്കണം. അതിനുശേഷം നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാം സാറ. അതുവരെ നീ ഒന്ന് സമാധാനമായിരിക്കെ. ബറാബാസ്, ഞാനും വരാം നിന്റെ കൂടെ കാൽവരിയിലേക്ക്. വേണ്ട സാറ, നീ ഇവിടെ സുരക്ഷിതമായിരിക്കെ. ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരികെ വരാം. നീ എനിക്ക് യാത്രയ്ക്കുള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങൾ എന്റെ സഞ്ചിയിൽ എടുത്തു വെക്കും. നേരം പുലരുന്നതിന് മുൻപ് എനിക്ക് യാത്ര തിരിക്കണം. അതെ, ലാഭം തന്നെ. ഞങ്ങളെ വഞ്ചിച്ചിട്ട് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിച്ചോ നീ? മൂടൽ മഞ്ഞ് പുതപ്പ് വിരിച്ചു കിടക്കുന്ന ഈ മലനിരകൾ താണ്ടി ഈ അർദ്ധരാത്രി ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ പഴയ ചങ്ങാതിയോട് കുശലാന്വേഷണം നടത്താനല്ല. ബറാബാസ്, നീ അല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് വഞ്ചനയ്ക്ക് ഒരു ശിക്ഷയേ ഉള്ളൂവെന്ന്? അത് നിനക്കും ബാധകമാണ് ബറാബാസ്. വഞ്ചനയോ? ഞാൻ നിങ്ങളോട് എന്ത് വഞ്ചന കാട്ടിയെന്നായി പറയുന്നേ? ആ വ്യാപാരിയുടെ കയ്യിൽ നിന്ന് നീ തട്ടിയെടുത്ത പൊന്നും പണവും അത് ഞങ്ങൾക്ക് വേണം. അത് തന്നാൽ ഞങ്ങൾ പോയിക്കോളാം. അല്ലെങ്കിൽ
നാളെ നിനക്കായി ഒരു സൂര്യോദയം ഉണ്ടാകില്ല ബറാബാസ്. ഏയ് ഇല്ല ലാവാൻ, എന്നെ വിശ്വസിക്ക്. ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല. ഞാൻ ഒരു അനീതിയും നിങ്ങളോട് കാണിച്ചിട്ടില്ല. അന്ന് ആ രാത്രി നമ്മൾ ആക്രമിക്കാനായി ആ വ്യാപാരിയുടെ നേരെ ചാടി വീണപ്പോൾ ഞാൻ ശരിക്കും കണ്ടതാ അവനെ. അതെ, അവൻ യേശു. ഞങ്ങൾ വിശ്വസിച്ചോളാം നീ പറഞ്ഞ ഈ കള്ള കഥകൾ. നിങ്ങളൊന്ന് ബറാബാസിനെ വിശ്വസിക്കൂ. ബറാബാസ് പറയുന്നത് മുഴുവൻ സത്യമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കൂ. അതെ അതെ അതെ, അത് ഞങ്ങൾക്കറിയാം. നീയാണ് ബറാബാസിന്റെ പണം സൂക്ഷിപ്പുകാരി. പറയേ, എവിടെയുണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്വർണവും പണവും? ഛീ, പറയാനല്ല പറഞ്ഞത്. അവളെ വിട്, അവളെ വിട്. ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നിനക്ക് പൊന്നും പണവും കിട്ടിയില്ലേ? അമൂല്യ രത്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ആരറിഞ്ഞു? എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് അറിയണ്ടേ? അവരുടെ കുട്ടികൾ വരച്ചു പഠിച്ച കുറെ കീറ തുണികൾ. നോക്കു നീ. ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇതെല്ലാം സത്യമാണ്. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഇതെല്ലാം ആ യേശുവിന്റെ പ്രവൃത്തികളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അവൻ എന്നെ പിന്തുടരുന്നുണ്ടെന്ന്? അന്ന് ഞാൻ കാരാഗ്രഹത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഇത് സത്യമാണ്. ആ യേശു ഇപ്പോഴും ജീവിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ. ആ നീതിമാന്റെ രക്തത്തിന് മരണമില്ല. ഞാൻ അവന്റെ സാമീപ്യം അനുഭവിക്കുന്നു ഇപ്പോഴും. അന്ന് ഞാൻ കൊല്ലാനായി ചാടി വീണത് വ്യാപാരിയുടെ മേലായിരുന്നില്ല. അത് അവനായിരുന്നു, യേശു. എന്നെ അവന്റെ നെഞ്ചോട് വാരി പുണരുകയായിരുന്നു അവൻ. അവന്റെ ആ സ്നേഹം എന്നെ ഇന്ന് വേറൊരു മനുഷ്യനാക്കിയിരിക്കുന്നു. ബറാബാസ്, നിന്റെ ഈ അതിസുന്ദരമായ കെട്ടുകഥ കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനേക്കാൾ താല്പര്യം ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്വർണവും പണവും ഞങ്ങളിൽ എത്തുക എന്നതാണ്. അതെവിടെ? ബറാബാസ്, അത് തിരികെ തരൂ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വരും. എന്റെ മുന്നിൽ ആദ്യം കുടഞ്ഞു വീട് ഭരിക്കുന്നത് ഞങ്ങളുടെ പണവും സ്വർണവും വേണ്ട. നീ പറ, ഇവിടെ നിന്റെ സമ്പാദ്യങ്ങൾ വഞ്ചനയ്ക്കുള്ള ശിക്ഷ. മരണം ബറാബാസ്. ഉള്ളതെല്ലാം എടുക്ക്, നമുക്ക് വേഗം രക്ഷപ്പെടാം. നമ്മൾ നേടി എത്തിയിരിക്കുന്നു, വേഗം രക്ഷപ്പെടാം. ബറാബാസ്, എന്ത് പറ്റി? ആരാണത് ചെയ്തത്? അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. വിളിക്കവരെ. നീ മരിച്ചിട്ടില്ല, നീ ജീവിക്കുകയാണ്. എന്റെ ഹൃദയത്തിൽ നീ കാൽവരിയിലേക്കുള്ള വഴി അന്വേഷിച്ചു. പക്ഷേ നീ അന്വേഷിച്ച വഴികളിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. നിന്റെ ഓരോ കണ്ണീരും, ഓരോ മുറിവും, ഓരോ തകർന്ന സ്വപ്നവും കാൽവരിയിലേക്കുള്ള വഴിയായിരുന്നു. ബറാബാസ് എൻ്റെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ഞാൻ ഇവനെ എൻ്റെ കരങ്ങളിലേക്ക് ചേർക്കുന്നു.
കാൽവരി ഒരു കുന്നല്ല, സ്നേഹത്തിനായി മുറിവേൽക്കുന്ന ഓരോ ഹൃദയവും കാൽവരിയാണ്. ക്ഷമിക്കാനാവാതെ കരയുന്ന ഓരോ ആത്മാവും കാൽവരിയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് വീഴുന്ന ഓരോ മനുഷ്യനും കാൽവരിയാണ്. നിങ്ങൾ എന്നെ തേടുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വിദ്വേഷമുള്ളവരോട് ക്ഷമിക്കുകയും ബലഹീനരോട് ദയ കാണിക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും പരദൂഷണത്തിൽ നിന്നും ആഡംബരത്തിൽ നിന്നും അകന്നു നിൽക്കുകയും. മക്കളെ, നിങ്ങൾ എന്നെ ദൂരെ തേടരുത്. നിങ്ങളുടെ വേദനകളിലും പരാജയങ്ങളിലും ഏകാന്തതയിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്.